ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായ ഗോബി മഞ്ചൂരിയൻ ആണ്. ഇത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കൽ നോക്കിയിട്ട് വരാം. ഇവിടെ ഞാൻ മീഡിയം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവറാണ് എടുത്തത്. അത് തിളച്ച വെള്ളത്തിൽ ഉപ്പും ഇട്ട് 10 മിനിറ്റ് അതിലിട്ട് വെച്ചിട്ട് അതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണിത്. അങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഒഴിച്ചത്. ആ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. അതുപോലെ കറക്റ്റ് അളവിൽ വെള്ളം എടുത്ത് ഓരോ കോളിഫ്ലവറിലും നമ്മുടെ കോട്ടിംഗ് മിക്സ്, നമ്മുടെ ഈ മസാല കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായി നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നമ്മുടെ മുഴുവൻ കോളിഫ്ലവറും ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടി ചെയ്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതെന്താണെന്ന് നോക്കാം. ഈ ഒരു ലെവലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് വേണ്ടത് ചെറുതായി കട്ട് ചെയ്ത ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, അതുപോലെ 2 ടൈപ്പ് സോസാണ് വേണ്ടത്. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ പോലെ തന്നെ സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് വഴറ്റി കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയാണ്. ഉള്ളിയും കൂടി ഇട്ട് ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. നമുക്ക് സോസും ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത കോളിഫ്ലവറിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ട് നോക്കി കുറച്ച് ഉള്ളിയിലേക്ക് ഉപ്പ് ടേസ്റ്റ് കിട്ടാനായിട്ട് മാത്രം അല്പം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കും. അത് കളർ ചേഞ്ച് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് ഉള്ളി നല്ല പോലെ ഒന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതുപോലെ സെയിം അളവിൽ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. സോയാ സോസ് കൂടിപ്പോവാതിരുന്നാൽ മതി. അതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് എല്ലാം മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ടൈം നമ്മൾ കോളിഫ്ലവർ കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണ്ട. ഒരു 3 മിനിറ്റൊക്കെ മതിയാവുന്നതാണ്. നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക.
കൈവിടാതെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഓണിയൻ ഇതിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. ഇനി വേറൊരു ഡിഷുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.